ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എംഒഎച്ചിൻ്റെ വിശേഷങ്ങളൊന്നുമല്ല ഞാൻ പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ നടത്തിയൊരു ഷോർട്ട് ട്രിപ്പിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കുവൈറ്റിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്ന് ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അസർബൈജാനിലേക്ക് പോയത്. വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തെന്ന് തന്നെ പറയാം. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും അസർബൈജാനിലെ ബാക്കു എയർപോർട്ടിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അസർബൈജാനിൽ ഞങ്ങൾ പോകുമ്പോൾ ഒരു പ്ലസൻറ്റ് കാലാവസ്ഥയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പലപ്പോഴും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ എത്ര ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. ഇതിനു മുൻപ് ഞങ്ങൾ ജോർജിയയിലേക്കൊരു യാത്ര നടത്തിയിരുന്നു. ആ സമയത്ത് അവിടെ വിൻ്റർ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ മഞ്ഞും അതുപോലെ തന്നെ മഞ്ഞിൽ കൂടിയുള്ള കളികളും അങ്ങനത്തെ പല കാര്യങ്ങളും എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ അസർബൈജാൻ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മഞ്ഞിൻ്റെ സമയത്ത് പോകണ്ട എന്ന് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ അല്പം കുറച്ചും കൂടി ഒരു വെയിൽ സമ്മർ ഉള്ളൊരു സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. എന്തായാലും എയർപോർട്ടിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു 5 ദിവസത്തേക്ക് അസർബൈജാൻ എന്താണ് കാഴ്ചവെക്കുന്നത് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുവൈറ്റിൽ നിന്നും ഏകദേശം 2.5 മണിക്കൂർ മാത്രമാണ് നമ്മൾക്ക് ഇങ്ങോട്ടുള്ള യാത്ര. ജസീറ എയർവേസിനാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അസർബൈജാൻ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വലിയ നിശ്ചയമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. അതായത് അർമേനിയ, ജോർജിയ, അല്ലെങ്കിൽ റഷ്യ, ഇറാൻ, ടർക്കി ഇതിനോടൊക്കെ അതിര് പങ്കിടുന്ന ഒരു സ്ഥലമാണ് അസർബൈജാൻ. അതുപോലെ കാസ്പിയൻ സീ ഉണ്ട് ഒരു സൈഡിൽ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് ഒരു ടൂർ കമ്പനി മുഖാന്തരമാണ്. നമ്മൾ മിക്കവാറും ഏത് സ്ഥലത്ത് പോയാലും ഒരു ടൂർ കമ്പനി ഗൈഡഡ് ടൂറാണ് എപ്പോഴും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് അവരുണ്ടായിരിക്കും. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ടൂർ ഗൈഡ് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനുണ്ടായിരിക്കും. മിക്കവാറും ടൂർ ഗൈഡുമാർക്കെല്ലാം ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭാഷയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം മിക്കവാറും അസർബൈജാനിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് നല്ല വശമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഞങ്ങൾ പോയത് കുവൈറ്റിൽ നിന്നാണ്. കുവൈറ്റിലെ അൽ റഷീദ് ട്രാവൽ ഏജൻസിയാണ് നമ്മൾക്ക് ഇതെല്ലാം പ്ലാൻ ചെയ്ത് തന്നത്. നമ്മൾക്ക് ഏകദേശം ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ഏകദേശം 200 to 250 KDക്ക് ഇടയ്ക്കാണ് ഒരാൾക്ക് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു സീസണും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. അപ്പോൾ നമ്മൾക്ക് 70 to 100 KD ഏകദേശം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത് 200 to 250 KD ഇതിനിടയ്ക്കുള്ള ഒരു ചാർജ് ഒരു പെർ പേഴ്സൺ വരാൻ സാധ്യതയുണ്ട്. നമ്മൾക്ക് വിസ ഓൺ അറൈവിൽ എടുക്കാം. അപ്പോൾ ഇച്ചിരി എക്സ്പെൻസ് കൂടും. അതായത് 25 KD ആണ് വിസ ഓൺ അറൈവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ 12 KD ആകുള്ളൂ പെർ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിസ ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ നമ്മളുടെ പാസ്പോർട്ട് 6 months വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ട്രാവൽ ഏജൻസി നമ്മളുടെ ഹോട്ടൽ സ്റ്റേ അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള വെഹിക്കിൾ ഇതെല്ലാം നമുക്ക് ട്രാവൽ ഏജൻസി അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ അസർബൈജാൻ്റെ ക്യാപിറ്റലായ ബാക്കു എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ നമ്മളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇന്ന് പോകുന്നതിന് മുൻപ് 1-2 സ്ഥലങ്ങൾ കാണാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും ട്രാവൽ ഏജൻസി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴുള്ള ചെറിയ കാഴ്ചകൾ ഞാൻ വളരെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 നൈറ്റും ഒരു ഹോട്ടലിലും വേറൊരു 2 നൈറ്റ് വേറൊരു ഹോട്ടലുമായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അസർബൈജാൻ പൊതുവെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ ടൂർ ഗൈഡ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ ഇവിടുത്തെ റിലീജിയൻ മെയിനായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും തന്നെ മജോറിറ്റി മുസ്ലിംസ് ആണ്, പക്ഷേ മറ്റു ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പൊതുവേ നമ്മൾ ട്രഡീഷണൽ മുസ്ലിം ഡ്രസ്സ് ആരും ധരിച്ച് കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മളുടെ കുവൈറ്റിലാണെങ്കിൽ ട്രഡീഷണൽ അബായ, ദിഷ്ദാഷ അങ്ങനെയൊക്കെയാണ് സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ധരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു യൂറോപ്പ് കൾച്ചറും കൂടെ മിക്സ്ഡ് ആയതുകൊണ്ടാണ്, വേണമെങ്കിൽ ധരിക്കാം. അങ്ങനെയുള്ള ആളുകളെയും ഞാൻ കണ്ടിരുന്നു കേട്ടോ. എന്തായാലും അപ്പോൾ അതാണ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവിടുത്തെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് എന്നാണ് നമ്മളുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. പിന്നെ ലാംഗ്വേജ് കൂടുതലായിട്ടുള്ള ആൾക്കാരും സംസാരിക്കുന്ന അസർബൈജാനി ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് വളരെ കുറച്ചാണ് അവർക്ക് മനസ്സിലാകുന്നുള്ളൂ. ഞങ്ങൾ ഇടപെട്ട ഹോട്ടൽ അല്ലെങ്കിൽ ഹോട്ടലിലുള്ള ആളുകൾക്കറിയായിരുന്നു, പക്ഷേ റെസ്റ്റോറൻറ്റ്സിലും അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നുമേ മനസ്സിലാകാത്തതുപോലെ നമ്മൾക്ക് തോന്നി. പിന്നെ നമ്മൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ 1 KD ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 KD ഈസ് ഈക്വൽ ടു 5 മനാത്ത്. മനാത്താണ് അവരുടെ കറൻസി. അപ്പോൾ 1 KD എന്ന് പറയുമ്പോൾ 5 മനാത്താണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് 250 KDയുടെ എങ്കിലും ഒരു മനാത്ത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇനഫ് ആയിരിക്കും ഫോർ 5 ഡേയ്സിലേക്ക്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. പിന്നെയാണെങ്കിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആണ്. അതുപോലെ അവർക്ക് അങ്ങനെ ഹാർഷായിട്ടൊന്നും ആരും സംസാരിക്കുകയൊന്നും കേട്ടില്ല. ഇന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കിയത് ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ്.
സമയമാണ്. അപ്പോൾ വലിയ ചൂടൊന്നുമില്ലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 1-2 സ്ഥലങ്ങളിൽ കാണാനുള്ളൊരു പ്ലാൻ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ചുറ്റും നോക്കുമ്പോൾ നല്ല ഗ്രീനറിയും വ്യത്യാസമുള്ള ബിൽഡിങ്ങുകളും കുവൈറ്റിൽ നിന്നും വളരെ ഒരു റഷ്യൻ കൾച്ചറുമായിട്ട്, അതായത് റഷ്യക്കാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇവരുടെ ബിൽഡിങ്ങുകളിലും കാര്യങ്ങളിലെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള കാര്യങ്ങളാണ് മിക്കവാറും ഒരു ഏരിയയിൽ അവർ പ്ലാൻ നോക്കുമ്പോൾ തന്നെ അറിയാം. ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. ഇങ്ങനത്തെ ഒരു അതായത് ജോർജിയയിൽ കണ്ട് ആ ഒരു ഇതുമായിട്ട് കുറച്ചൊക്കെ നമുക്ക് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും കുറേ നമ്മൾ പോയി ക്ലൈമറ്റും വ്യത്യാസമായതുകൊണ്ടായിരിക്കാം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ചുറ്റും ഗാർഡനും അതുപോലെ തന്നെ ഈ ബാക്കു സിറ്റിയിൽ തന്നെ അവർ ഒരുപാട് ഈ പാർക്കുകളെല്ലാം സിറ്റിയുടെ നടുക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കു ഒരു വളരെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് എന്നാണ് നമ്മളുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. പക്ഷേ നമ്മൾക്ക് കുവൈറ്റിലത്തെ ചില സ്ഥലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശാന്തമായിട്ട് തന്നെയാണ് തോന്നിയത്. വളരെ ട്രാഫിക് ജാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷേ ഒരു വിൻ്ററിൻ്റെ സമയത്ത് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കാം. ഒരു പക്ഷേ സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയാസും അങ്ങനെയൊക്കെ നിങ്ങൾ കാണാൻ പറ്റുമായിരിക്കും. ബാക്കു പൊതുവെ അത്രയും സ്നോ വരുന്ന ഒരു സ്ഥലമല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും സ്നോ ഒരുപാട് കാണാൻ പറ്റും വിൻ്ററിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മളുടെ ഒരു പ്രയോറിറ്റിയാണ് നമ്മൾക്ക് ഏത് രീതിയിലുള്ള ക്ലൈമറ്റാണ് ഇഷ്ടം എന്നുള്ളത്. പൊതുവേ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ചൂട് കുറഞ്ഞൊരു സമയമായിരിക്കും. ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ ഒരു 31 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. അതിനുശേഷം 35, 36 ഒക്കെ ആയി. അപ്പോൾ അത്യാവശ്യം നമ്മൾക്കറിയാം നല്ല ചൂടുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങളിപ്പോൾ ബാക്കുവിൻ്റെ ഒരു പനോരമിക് സീൻ, അതിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് ബാക്കു സിറ്റി കാണാം, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഏരിയാസ് നമ്മൾക്ക് കാണാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ പഴയ സൈനികരുടെയൊക്കെ, അതായത് പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധങ്ങളിലൊക്കെ വളരെ പ്രാധാന്യം വഹിച്ചിട്ടുള്ള സൈനികരുടെയൊക്കെ ടൂംസാണ്, മോനുമെൻറ്റ്സ് എന്ന് പറയാം. അവിടെയെല്ലാം അവർ നല്ല മനോഹരമായ പൂക്കളെല്ലാം വളർന്ന് വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു. അതിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. ഈ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കാണ് പോകുന്നത്. പക്ഷേ എങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. ഈ സമയം സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഒരു ഈവനിങ് എന്ന് പറഞ്ഞാൽ ആകേണ്ട ഒരു സമയമാണ്. പക്ഷേ ആ സമയം നല്ല ചൂടായിരുന്നു. അതിനുശേഷം ആ ഒരു സ്ഥലം കണ്ടതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാം, 4 മണി ആയല്ലോ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അസർബൈജാനി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അതിമനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. നമ്മൾക്കറിയാം കേരളത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീനറി ഒന്നും അത്ര വലിയ ഒരു എന്താ പറയുക പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ മറ്റു രാജ്യത്ത് അല്ലെങ്കിൽ കുവൈറ്റിനെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്ക് ഗ്രീനറി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കണ്ണുകൾക്ക് വളരെയധികം ഈ കുളിർമ തരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമ്മൾക്ക് കേരളത്തിൽ നമുക്ക് കിട്ടുന്ന പല കാലാവസ്ഥ ഒരു പക്ഷേ ചൂട് കൂടുതലാണെങ്കിലും അവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും, നാട്ടിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വൺസ് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും തിരിച്ച് കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി. കേരളത്തിൽ പൊതുവേ നമ്മൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ക്ലൈമറ്റും പിന്നെ കുറച്ച് വൃത്തിയില്ലായ്മയും മാത്രമേ ഉള്ളൂ എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കേരളത്തെ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾ എപ്പോഴും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം മറ്റൊന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ ആളുകളും അവിടുത്തെ ജീവിത രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചും ഇരിക്കും. ചില ആളുകൾക്ക് യാത്ര ചെയ്യാൻ തീരെ താല്പര്യമില്ല, ചില ആളുകൾക്ക് പ്രയോറിറ്റി മറ്റു പലതുമായിരിക്കാം, ചില ആളുകളാകട്ടെ എത്ര സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനത്തെ ചില യാത്രകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് ഇഷ്ടം എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ അവർ ചെയ്യേണ്ടത്. എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾ അസർബൈജാനി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. വളരെ മനോഹരമായി. ഞങ്ങൾ ചെന്നപ്പോൾ വളരെ തിരക്കൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ലൊക്കേഷനിലാണ്, ഒരു പ്രൈം ലൊക്കേഷനിലാണ് ആ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ടൂർ ഗൈഡ് കൊണ്ടുപോയതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആദ്യത്തെ ദിവസം തന്നെ ട്രഡീഷണൽ അസർബൈജാനി ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് കയറിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് ഏകദേശം നല്ലൊരു വ്യൂ തന്നെ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. റെസ്റ്റോറൻറ്റിൽ ആരുമില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ടൂറിന് പോകുന്ന ആൾക്കാരൊക്കെ തന്നെ മിക്കവാറും വരുന്ന റെസ്റ്റോറൻറ്റ് തന്നെയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അറബ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ മെനുവിൽ നമ്മൾ നോക്കുകയാണ് നമ്മൾക്ക് പറ്റിയ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്.
പൊതുവായിട്ട് ഇവിടെ നോൺ വെജിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ വെജിറ്റേറിയൻസിന് അത്രയും ഓപ്ഷൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. നോൺ വെജിന് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും വെജിറ്റേറിയന് സാലഡ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും എന്തൊക്കെയാണ് നമുക്ക് സാലഡിൻ്റെ കാര്യത്തിൽ ഓഫർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സാലഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾക്കൊരു ബ്രെഡും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റിൽ നമുക്ക് കിട്ടുന്ന നമ്മളുടെ കുബൂസിൻ്റെ വേറൊരു വകഭേദം എന്ന് പറയാം, ആ രീതിയിലുള്ളൊരു ബ്രെഡാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു, സാലഡും നല്ലതായിരുന്നു. ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് റൈസാണ്. അപ്പോൾ റൈസ് ബ്രെഡിൻ്റെ അകത്ത് അവർ ദം ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ചവർ പറഞ്ഞ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു എന്ന് തന്നെയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ചൂട് വറുക്കുന്ന ഈ ഒരു ഫുഡ് എല്ലാവരും നന്നായിട്ട് കഴിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ അകത്ത് നട്ട്സും അതുപോലെ നമ്മളുടെ സാധാരണ ഒരു ബിരിയാണിയുടേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലും ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കു സിറ്റിയിലെ പനോരമിക് വ്യൂ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ പൊതുവേ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ തിരിച്ച് നമ്മളുടെ ഹോട്ടലിലേക്കുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ബിൽഡിങ്ങുകളെല്ലാം വളരെ പഴയ ടൈപ്പുള്ള ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ പുതിയതായ രീതിയിലുള്ള പണിതിരിക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. ഇതെല്ലാം റഷ്യൻ സമയത്ത് പണിത് വലിയ വലിയ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിംഗ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ എല്ലാം താഴ്ഭാഗങ്ങളിലെല്ലാം ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളും മേൽഭാഗത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ ഇവിടുത്തെ പോലെ തന്നെ ഫ്ലാറ്റ് സിസ്റ്റം, അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റം അങ്ങനെയൊക്കെ രീതിയിലാണ് മേളിൽ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ ചെന്നതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഞങ്ങൾ 3 നൈറ്റ്സ് താമസിച്ചത് ഈ ഒരു ഹോട്ടലിലാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയ ലക്ഷറി ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഡറേറ്റ് രീതിയിലുള്ളൊരു ഹോട്ടലായിരുന്നു. ഇവിടെ ഞങ്ങൾ 3 നൈറ്റ്സ് സ്പെൻഡ് ചെയ്തു. ഇതിന് ശേഷം വേറൊരു ഹോട്ടലിലാണ് 2 നൈറ്റ്സ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഹോട്ടലിലും അവർ കുറച്ച് ഇതുപോലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവർ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പക്ഷേ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അസർബൈജാനെക്കുറിച്ച് ഏകദേശം നമുക്കൊരു ഐഡിയ തരുന്ന പല കാര്യങ്ങളും ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും അങ്ങനത്തെ പല കാര്യങ്ങളും അവരിവിടെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ 4 ദിവസം 5 ദിവസം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ എമോഷൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ട്രാവൽ വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്ക് കുവൈറ്റിൽ നമ്മൾ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേച്ചറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുവൈറ്റിൽ ഒരുപാട് നേച്ചറും കാര്യങ്ങളൊന്നും ഇല്ല. അറ്റ് ദ സെയിം ടൈം മറ്റു പല കാര്യങ്ങളും കുവൈറ്റിലുണ്ട് എന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നേച്ചറൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ നമ്മൾ പർപ്പസ്ലി ടൈമും പൈസയും കണ്ടെത്തുകയാണെങ്കിൽ ആർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്ഥലവും അതുപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ വളരെ കാര്യങ്ങളും കട്ട് ചെയ്തിട്ടാണ് വീഡിയോയുടെ ടൈം ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ ദിവസത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും വളരെ ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.